വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഒരു ബിഹേവിയറിൽ ഒരു ചേഞ്ച് നോട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ഓഫ് ദ കേസസ് എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ കുട്ടിക്ക് ഫാമിലിയിലോ ഫ്രണ്ട് സർക്കിളിലോ സ്കൂളിലോ ഒക്കെ അത് ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവാം. ആ കാര്യം എന്താണെന്ന് കുട്ടി തുറന്ന് ചിലപ്പോൾ പറയുന്നുണ്ടാവില്ല. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിരിക്കുന്നു. നോർമലായിട്ടുള്ളൊരു ഷൈനെസ് ആണെങ്കിൽ, പൊതുവേ ഒരു കുട്ടി ഷൈ ആയിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ഏകദേശം ആ ഒരു ട്രെയ്റ്റ് ആദ്യം മുതലേ പതുക്കെ കാണിച്ചു തുടങ്ങും. അത് ആ കുട്ടിയുടെ ഗ്രോയിങ് സ്റ്റേജിൽ വളരെ സ്ലോ ആയിട്ട് അത് മുന്നോട്ട് കൂടി വരുന്നതായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ടും പേരൻസിനോട് മാത്രം മിണ്ടുകയോ അല്ലെങ്കിൽ പുറത്തോട്ട് അധികം ഫ്രണ്ട്സിനോടും മറ്റാൾക്കാരോടും പുറത്തോട്ട് കൂടുതൽ സംസാരിക്കാത്തതുമായിട്ടുള്ള ഒരു നേച്ചർ ആണെന്നുള്ളത് നമുക്ക് ആദ്യം മുതലേ മനസ്സിലാവും. പക്ഷെ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു നോർമൽ ഷൈനസ് അല്ല, അതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടോ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ഓരോ ആൾക്കാരും ഓരോ നേച്ചറാണ്. ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വളരെ ചെറുപ്പം മുതലേ അവർ ആ ഒരു പേഴ്സണാലിറ്റി ട്രെയ്റ്റ് അല്ലെങ്കിൽ ആ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് നമുക്ക് ആ ചെറുതിലേ മുതലേ അത് കാണാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർ പൊതുവെ കുറച്ചൊരു ഷൈനസ് ഉള്ള ആൾക്കാരായിരിക്കും. അത് ചിലപ്പോൾ നമുക്ക് ആദ്യമേ ചിലപ്പോൾ അത് പ്രകടമായിട്ട് കണ്ടെന്നിരിക്കും. ഇത് സോഷ്യൽ ആങ്സൈറ്റി ആണോ, നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ളത്. കുട്ടിയുടെ ഈ ഒരു ബുദ്ധിമുട്ട് കൊച്ച് ഈ സമയത്ത് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അതിന് ചെയ്യാൻ പറ്റാതെ വരികയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ കുട്ടി എന്ന് പറയുമ്പോൾ സ്കൂളിൽ പോകണം, കൂട്ടുകാരുമായിട്ട് മിങ്കിൾ ചെയ്യണം, അവൻ സ്കൂളിലും വീട്ടിലും ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രോബ്ലം വരികയാണ്. ആ കുട്ടി ചെയ്യേണ്ടതായ കാര്യങ്ങൾക്ക് കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് പതുക്കെ നീങ്ങുന്നു എന്ന് കണ്ടാൽ അത് ഒരു ഇൻ്റർവെൻഷൻ ആവശ്യമുള്ളൊരു സിറ്റുവേഷനാണ്. പലപ്പോഴും ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരവസ്ഥ കുട്ടികളിൽ പ്രകടമാകുന്നത് ഒരു ശാരീരിക പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഒരു തലവേദനയോ അല്ലെങ്കിൽ വയറുവേദനയോ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഒരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ട് അമ്മേനെ വിട്ട് മാറത്തില്ല, അപ്പോൾ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകത്തില്ല, എപ്പോഴും ക്ലിങ്ങി ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ദേഷ്യം മരിച്ചും ടാൻട്രം അങ്ങനെയൊക്കെയുള്ള രീതിയിലൊരു ബിഹേവിയറൽ ഇഷ്യൂ ആയിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്കൽ സിംറ്റംസ് ഒക്കെ ആയിട്ടാണ് ആങ്സൈറ്റി പൊതുവെ കുട്ടികളിൽ കാണുന്നത്.